തമ്പുരാൻ എൻ്റെ അടുത്ത് ചോദിച്ച് എളുപ്പത്തിൽ പോകാമെന്ന് വിചാരിച്ചല്ലേ? നമ്മൾ എന്തിനാ പള്ളിയിൽ, സാധാരണ പള്ളിയിൽ വരണം എന്തിനാ? ഈ കുരിശില് ഒരു 33കാരനായ ഈശോ വീണ്ടും മരിക്കുക. കാരണം ബാക്കി 11 കെട്ടിയതാണ്, അറിയാലോ അല്ലേ? കെട്ടിയിട്ട് മക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈശോ പോയി കഴിഞ്ഞപ്പോ അവര് പോയി. ഈ ഈശോയുടെ അമ്മ നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ അത് നമുക്കൊരു ഗ്രേസാണ്, അതൊരു കൃപയാണ്. നാം ഞങ്ങളെപ്പോഴും വിശ്വസിക്കുന്നത് സമർപ്പിതരുടെ അമ്മ എന്ന് പറയുന്നത് അത് കുടുംബത്തിലേക്കുള്ള ഒരു കാന്തിക ശക്തിയാണ്. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 2000 വർഷം പഴക്കമുള്ള ഈശോയുടെ വചനമാണ്. പുതിയതായിട്ട് ഒന്നും പറയാനില്ല. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും സമൂഹത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. അതിങ്ങനെയാണ്: കർത്താവ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഇന്ന് ഞാൻ കണ്ടുമുട്ടാൻ പോകുന്ന എല്ലാവരെയും അവരുടെ കുടുംബത്തോടും ഉത്തരവാദിത്വങ്ങളോടും സഹപ്രവർത്തകരോടും കൂടെ അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകണമേ, പൊതിയണമേ, വിശുദ്ധീകരിക്കണമേ. ഇത് ഞാൻ ഏറ്റെടുക്കാനായിട്ട് കാരണമായ ഒരു സംഭവം കൂടിയുണ്ട്. ഞാനിപ്പോൾ US-ലാണ് സേവനം ചെയ്യുന്നത്. അവിടെ എൻ്റെ വികാരിയച്ഛൻ എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ നമുക്ക് പ്രിസൺ മിനിസ്ട്രി ഉണ്ട്, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നുണ്ടോ അച്ഛാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് വെറുതെ ആണ് കയറി ചെല്ലാമെന്നാണ്. പക്ഷെ വെറുതെ കയറി ചെല്ലാൻ പറ്റില്ല. 4 മാസത്തെ നിരന്തരമായ ട്രെയിനിങ്ങും അതിനുശേഷമുള്ള ഒരുപാട് ഡോക്യുമെൻറ്റേഷന് ശേഷമാണ് എനിക്ക് ഈ പ്രിസൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റിയത്. അപ്പോൾ ഈ പ്രിസൺ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് ഞാൻ പോകുമ്പോൾ ഒരു ദിവസം അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടതുണ്ട്. അപ്പോൾ നിർവഹിക്കാൻ പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ ഈ ഒരു പ്രാർത്ഥന നടത്തിക്കൊണ്ടുപോയി. അതാണ്: കർത്താവേ, ഞാൻ ഇന്ന് കണ്ടുമുട്ടാൻ പോകുന്ന ഓരോ മക്കളെയും അവരുടെ കുടുംബത്തോടും ഉത്തരവാദിത്തങ്ങളോടും സഹപ്രവർത്തകരോടും കൂടെ അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തത്താൽ കഴുകണമേ, പൊതിയണമേ, വിശുദ്ധീകരിക്കണം. എത്ര പ്രാവശ്യം പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അതിങ്ങനെ പറഞ്ഞു ഞാൻ വണ്ടി ഓടിച്ച് അവിടെ ചെന്ന് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് വളരെ കൃത്യമായി, സാധാരണ അവിടെ ഇൻസ്പെക്ഷനൊക്കെ നിൽക്കുമ്പോൾ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇതൊന്നും വന്നില്ല. എല്ലാവർക്കും നേരത്തെ പരിചയമുള്ളതുപോലെ ഓരോ കൗണ്ടറിലൂടെ എന്നെ കയറ്റി വിട്ട് അവസാനം TBയുടെ ടെസ്റ്റൊക്കെ നടത്തി വളരെ സന്തോഷത്തോടെ തിരിച്ചെത്തി. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് തമ്പുരാനോ ഒത്തിരി നന്ദിയുണ്ടാണ്. കാരണം അവിടേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല, എല്ലാം കൃത്യമായിട്ട് കഴിഞ്ഞു. പക്ഷെ വീണ്ടും പോകേണ്ടത് TB ടെസ്റ്റ് 2-3 പ്രാവശ്യം നടത്തണം. അങ്ങനെ 2ാമത്തെ പ്രാവശ്യം 14 ദിവസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് നടത്താൻ ചെന്നപ്പോൾ ഞാൻ വളരെ കൂളായിട്ട് പോയി. കാരണം നമുക്ക് പരിചയക്കാരാണ് എല്ലാവരും. അങ്ങനെ വളരെ കൂളായിട്ട് പോയി. അതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ അന്ന് വരെ ഇല്ലാത്ത പ്രശ്നങ്ങൾ അന്ന് നടന്നു. കാരണം ഞാൻ ആദ്യം വരുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് സാധനമൊക്കെ വഴിയൊക്കെ റെഡിയാക്കി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പരിചയമുള്ളവരാണല്ലോ ഈ പ്രാവശ്യം എന്ന് വിചാരിച്ച് ഈ പ്രാർത്ഥന ചെല്ലാൻ ഞാൻ വിട്ടുപോയി എന്നുള്ളതാണ്. ചുമ കയറിയിട്ട് അവിടെ നിൽക്കേണ്ടി വന്നു. കഴിഞ്ഞ പ്രാവശ്യം 10 മിനിറ്റ് കൊണ്ട് നടത്തിയത് ഈ പ്രാവശ്യം 2.5 മണിക്കൂർ ഞാൻ അവിടെ നിന്നു. തിരിച്ചിറങ്ങിപ്പോയി വന്നപ്പോൾ തമ്പുരാൻ എൻ്റെ അടുത്ത് ചോദിച്ച് എളുപ്പത്തിൽ പോകാമെന്ന് വിചാരിച്ചല്ലേ? പ്രിയമുള്ളവർ, അതിനുശേഷം പിന്നെ ഞാൻ അങ്ങനെയാണ്. ഇന്നലെ ദുബായ് എയർപോർട്ടിൽ വന്നപ്പോൾ ചവറൂല ആൾക്കാർ. ഞാൻ വിചാരിച്ച് എല്ലാവർക്കും കൂടി കിട്ടൂല, എന്നാലും ഇരിക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കും. അപ്പോൾ എന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തു നിന്നവൻ സെബാസ്റ്റ്യൻ, പുറത്തു നിന്നവൻ സാധാരണ എയർപോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ എടുക്കുക വെച്ചാന്ന് പറഞ്ഞു. ഞാൻ വെറും 10 മിനിറ്റ് കൊണ്ട് പുറത്തിറങ്ങി. അപ്പോൾ എനിക്ക് കിട്ടിയൊരു പ്രചോദനം, ഞാൻ ഈ പ്രാർത്ഥന ഒരുപാട് ആൾക്കാരല്ലേ വെറുതെ ചുളിവിൽ, അവരൊക്കെ അങ്ങയുടെ കൃപയാൽ അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകണമേ, പൊതിയണമേ, വിശുദ്ധീകരിക്കണമേ എന്നാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആരെങ്കിലും കാണാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒഫീഷ്യൽസ് എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷനൊക്കെ പോകുമ്പോൾ ചുമ്മാ പ്രാർത്ഥിച്ചേക്ക്. പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അന്ന് നടന്നില്ലെങ്കിൽ അത് നിർത്തരുത്. അവർ നല്ലതാണെന്ന് നോക്കും. ഈ ഒരു പ്രാർത്ഥന ആ ഒരു ചൈതന്യത്തോടു കൂടെ നമുക്ക് നടത്താനായിട്ട് സാധിക്കണം, നമുക്ക് നടത്താനായിട്ട് പറ്റണം. അപ്പോൾ അതിന് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് സ്നേഹത്തോടെ നിങ്ങളെ ആശംസിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മളെന്തിനാ പള്ളിയിൽ, സാധാരണ പള്ളിയിൽ വരണം എന്തിനാ? പ്രാർത്ഥിക്കാൻ. ഏറ്റവും വലിയ പ്രാർത്ഥന ഏതാ? വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന ശരിക്കും എവിടെയാ നടക്കണേ? ശരിക്കും നടക്കണത് ഈ ബലിപീഠത്തെ കർത്താവ് ഈശോ മിശിഹായുടെ കുരിശെന്ന വിളിക്കേണ്ടത്. ഈ ബലിപീഠം കർത്താവ് ഈശോ മിശിഹായുടെ കുരിശ. ഈ കുരിശിൽ ഒരു 33കാരനായ ഈശോ വീണ്ടും മരിക്കുക. അങ്ങനെയുള്ള ഒരു ബലിയർപ്പണത്തിൽ ഞാൻ പങ്കെടുക്കാൻ വരുമ്പോൾ എൻ്റെ കൈകൾ പാവനമല്ല, എൻ്റെ ഹൃദയം നിർമ്മലമല്ല, എന്നിട്ടും തമ്പുരാൻ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ എന്തോ ഉദ്ദേശമുണ്ട്. ഓരോ ബലിയർപ്പണത്തിനും ഞാൻ ഈ ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ ആദ്യത്തെ ബലിയർപ്പണത്തിൽ വളരെ ആഘോഷത്തോടുകൂടെ പങ്കെടുത്തത് ആരാ?
പരിശുദ്ധ അമ്മയാണ്. അവൻ്റെ കൂടെ വേറെ കുറച്ച് പേരുണ്ടായിരുന്നു. അവൻ്റെ കൂടെ ഉണ്ടായ ഒരുത്തൻ്റെ പേര് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആരാണ്? യോഹന്നാൻ. ശരിക്കും പറഞ്ഞാൽ യോഹന്നാൻ അമ്മനെ പ്രാഗിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ബാക്കി 11 കെട്ടിയതാണ്, അതറിയാമല്ലോ അല്ലേ? കെട്ടിയിട്ട് മക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈശോ പോയി കഴിഞ്ഞപ്പോൾ അവർ പോയി. എവിടേക്ക് പോയി? അവർ ഭാര്യയുടെ മക്കളുടെ അടുത്തേക്ക് തിരിച്ചു പോയി. ഇവന് ഭാര്യ മോളുണ്ടാ ഇല്ല. അപ്പോൾ അവൻ ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ ചേട്ടൻ ഇറക്കി വിട്ടാണ്, നീ ഇവിടെ വരണ്ട. ഇല്ലേ, നമ്മൾക്ക് ചിലവരൊക്കെ ഉണ്ടാവില്ല അങ്ങനെ. എവിടെയെങ്കിലുമൊക്കെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഗതിയും പരഗതി ഇല്ലാതെ കല്യാണവും കഴിക്കാതെ വീട്ടിൽ കയറി നമ്മൾ കയറ്റൂല. അതേപോലെ ഇറക്കി വിട്ടപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലും പോകണമല്ലോ എന്ന് വിചാരിച്ച് എവിടെ പോയി? പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോയി. കാരണം എന്താ? വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഈ കുരിശിൻ്റെ ഭാഗത്തു നിന്ന് ഈശോയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൻ ഓടി അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, ബാ നമുക്കൊന്ന് ഈശോയുടെ അടുത്ത് പോകാമെന്ന്. അതുകൊണ്ട് ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ പിന്നിലാണ് അവൻ നിന്നേച്ചത്. പരിശുദ്ധ അമ്മയുടെ പിന്നിലാണ് നിന്നേച്ചത്. കുരിശിൽ കിടന്ന് ഈശോ തൻ്റെ പ്രഥമ ബലിയർപ്പണവും ഒരേ ഒരു ബലിയർപ്പണവും ആഘോഷമായിട്ട് നടത്തിയപ്പോൾ അതിൽ യോഗ്യതയോടുകൂടെ അന്നും ഇന്നും പങ്കെടുത്തിട്ടുള്ള ഒരൊറ്റ ആളുള്ളൂ, അത് പരിശുദ്ധ കന്യകാമറിയ. ചരിത്രത്തിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ സ്വീകരണം എന്ന് പറയുന്നത് കുരിശിൽ നിന്ന് ഇറക്കി പരിശുദ്ധ അമ്മ തൻ്റെ ശരീരത്തെ, പൊന്നോമന പുത്രൻ്റെ ശരീരത്തെ ഈ മടിയിലേക്ക് കിടത്തുമ്പോഴാണ് ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ യോഗ്യതയുള്ള ദിവ്യകാരുണ്യ സ്വീകരണം നടന്നത്. പ്രിയമുള്ളവരെ, ആ ദിവ്യകാരുണ്യ സ്വീകരണം നടത്താൻ വേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെയും ഈ ദൈവാലയത്തിലേക്ക് വിളിക്കുമ്പോൾ, ഈ ദൈവാലയത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ, ഈ ദൈവാലയത്തിൽ നിന്ന് വേറൊരാൾ കൂടെ എൻ്റെ കൂടെ ഇറങ്ങി വരുന്നുണ്ട്. അത് വേറെ ആരുമല്ല. ആരാണ്? ഈശോയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, അമ്മയാണ്. പരിശുദ്ധ കന്യകാമറിയം നമ്മളുടെ കൂടെ ഇറങ്ങുന്നു. കാരണം കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ കുർബാന മധ്യേ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന് കൊടുത്ത സമ്മാനമാണ് ആര്? പരിശുദ്ധ കന്യകാമറിയം. ആ പരിശുദ്ധ കന്യകാമറിയത്തെ എൻ്റെ കൂടെ എൻ്റെ കർത്താവ് വിടുന്നുണ്ടെങ്കിൽ ആ കർത്താവ് എന്നോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ ഉള്ളിലാണ്. ഉള്ളിൽ നിന്ന് എനിക്ക് നിയന്ത്രിക്കാൻ ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് പുറത്തു നിന്ന് നിന്നെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ നിന്റെ കൈകൾക്ക് വിശുദ്ധി നൽകാൻ, നിന്റെ ചങ്കിന് പവിത്രത നൽകാൻ, ഒരിക്കലും അശുദ്ധമാകാത്ത ഹൃദയമുള്ള പങ്കിലമല്ലാത്ത ഒരു കൈകളുള്ള ഈശോയുടെ അമ്മയെ തന്നെ നിന്റെ കൂടെ വിടുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എൻ്റെ കൂടെ ഈശോയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ട് എന്നുള്ളത്. ഈ ഈശോയുടെ അമ്മ നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ അത് നമുക്കൊരു ഗ്രേസാണ്, അതൊരു കൃപയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകിയതാരാ? ഈശോയാണ്. പ്രിയമുള്ളവരെ, അത് ഞാനൊന്നൊരു വ്യക്തിപരമായിട്ട് ചോദിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകിയത് ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയണം ഈശോയാണെന്ന്. പക്ഷെ ഞാനൊന്ന് തിരുത്തി ചോദിക്കുകയാണ്, പരിശുദ്ധ അമ്മയെ എനിക്ക് നൽകിയത് ആരാണ്? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കണം. ഇതിനകത്ത് ഞാൻ ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് പറയാം. നമ്മൾക്ക് ചില സത്യങ്ങളുണ്ട്. ഉദാഹരണം, ഈശോ കുരിശിൽ കിടന്ന് പ്രാണൻ വരിച്ചു. ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടി എന്ന് പറയുന്നവരുണ്ട്. അത് ആഗോള സത്യമാണ്, യൂണിവേഴ്സൽ ട്രൂത്താണ്. പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകിയതാരാണ്? ഈശോയാ. അത് യൂണിവേഴ്സൽ ട്രൂത്താ. പക്ഷേ ആ സത്യം വ്യക്തിപരമായിട്ടുള്ളൊരു അനുഭവമാക്കി ചിന്തിച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ ചോദിക്കണം, പരിശുദ്ധ കന്യകാമറിയത്തെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതാരാ? അതെ, ആ വ്യക്തി അതെൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കൊന്ത കറക്കിയിട്ട് അടി കിട്ടാത്തവരാരെങ്കിലും ഉണ്ടോ അതിനകത്ത്? കിട്ടിയിട്ടുണ്ടാവും. പ്രാർത്ഥന ചെല്ലുമ്പോൾ എൻ്റെ അമ്മയുടെ പക്കൽ നിന്ന് അടി കിട്ടാത്തവർ ഇവിടെ ഉണ്ടെങ്കിൽ അവർ പ്രാർത്ഥന എല്ലിയിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ സ്വന്തം അമ്മയുടെ പേര് അമ്മണിയമ്മ എന്നാണ്. എൻ്റെ അമ്മയുടെ പേര് അമ്മണിയമ്മ ഈ ലോകത്ത് വളരെ സന്തോഷത്തോടുകൂടെ ജീവിച്ച് ഇപ്പോൾ സ്വർഗത്തിൽ വളരെ അതിനേക്കാൾ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പ്രിയപ്പെട്ടവരുടെ മരണം ചങ്കിന് വേദന ഉണ്ടാക്കുമ്പോൾ ആ വേദന അത് കുറച്ചുകൂടെ ആസ്വദിക്കാവുന്ന രീതിയിൽ ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും വഴി നടത്തിയത് എൻ്റെ അമ്മയുടെ ഇടപെടലിലൂടെ. എൻ്റെ അമ്മ മരിച്ചത് കഴിഞ്ഞ ഈസ്റ്ററിൻ്റെ തലേദിവസം.
തലേദിവസം മരിക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളെപ്പോഴും വിശ്വസിക്കുന്നത് സമർപ്പിതരുടെ അമ്മ എന്ന് പറയുന്നത് അത് കുടുംബത്തിലേക്കുള്ള ഒരു കാന്തിക ശക്തിയാണ്.